നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി വിധി കേരളത്തിന് തിരിച്ചടിയായി. ഭക്തവത്സലിനെ തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് കക്കോടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പൂളാടിക്കുന്ന് ബൈപ്പാസിൽ അമ്പലപ്പടി ജംഗ്ഷനിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ കേസിൽ വിധി കേരളത്തിന് തിരിച്ചടിയായി. പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി. വിധിയിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് തിരിച്ചടിയും സുപ്രീം കോടതിയുടെ നിശീത വിമർശനവും. ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്ന് സുപ്രീം കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. കേരളം കൊണ്ടുവന്ന ഡാം സുരക്ഷാ നിയമവും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഡാം സുരക്ഷാ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച വിധിന്യായത്തിൽ സുപ്രീം കോടതിയുടെ അധികാരത്തിൽ കേരളം കടന്നുകയറാൻ ശ്രമിച്ചതായും വിമർശനമുണ്ട്. പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യവും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. 16 വർഷം മുമ്പ് സുപ്രീം കോടതിയിലെത്തിയ നിയമ പോരാട്ടത്തിനാണ് വിധി വന്നിരിക്കുന്നത്. 2006 ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നെങ്കിലും കേസ് പിന്നീട് ഭരണഘടനാ ബെഞ്ചിന് വിടുകയായിരുന്നു. സംസ്ഥാനം പാസാക്കിയ നിയമം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്താൻ കോടതി അനുമതി നൽകി. മേൽനോട്ടത്തിന് സൂപ്പർവൈസറി കമ്മിറ്റിയെയും നിയമിച്ചു. കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാന്റെ അധ്യക്ഷതയിലാണ് സമിതി അറ്റകുറ്റപ്പണികൾക്ക് തമിഴ്നാടിന് അംഗീകാരം നൽകി. അണക്കെട്ട് സുരക്ഷിതമാണെന്ന ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിലടക്കം വാദം കേട്ടാണ് ഹർജി 8 വർഷത്തിന് ശേഷം കോടതി വിധി പ്രസ്താവിച്ചത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 142 അടിയായി ഉയർത്താൻ ഡാമിനിപ്പോൾ സുരക്ഷാ ഭീഷണിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി മേൽനോട്ടത്തിനായി 3-അംഗ സൂപ്പർവൈസറി സമിതിയെ നിയോഗിച്ചു. കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാൻ അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളുണ്ടാകും. സമിതിയുടെ ചെലവുകൾ തമിഴ്നാട് വഹിക്കണം. സമിതിയുടെ ആസ്ഥാനം കേരളത്തിലായിരിക്കണം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ അനുമതി തേടിയുള്ള കേരളത്തിന്റെ ആവശ്യം കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അതേസമയം സുപ്രീംകോടതി വിധിയെ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച ഹർത്താൽ നടത്താൻ മുല്ലപ്പെരിയാർ സമരസമിതി ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും ഹർത്താൽ. ഹർത്താലിന് പുറമെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. ഭക്തവത്സലിനെ തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് കക്കോടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ബിൽഡിംഗിൽ മുറി വാടകയ്ക്കെടുത്ത് സ്ഥാപനം നടത്തി വന്നിരുന്ന കക്കോടി സ്വദേശി ഭക്തവത്സലിനെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് കക്കോടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 1992 87,500 രൂപ അഡ്വാൻസ് നൽകിയാണ് ഭക്തവത്സലം മേപ്പടി കോംപ്ലക്സിൽ വാടകമുറിയിൽ ചിത്രരചനയുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തി വന്നിരുന്നത്. 22/4/2014 ഭക്തവത്സലൻ മുറി തുറക്കാൻ ചെന്നപ്പോൾ മുറി മറ്റൊരു പൂട്ടിട്ട നിലയിൽ കണ്ടതിനെ തുടർന്ന് ജനലിലൂടെ നോക്കിയപ്പോൾ വിലപ്പെട്ട പല രേഖകളും ചെക്കും പണവും മറ്റും സൂക്ഷിച്ച അലമാര, മേശ, കസേര, AC, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ തുടങ്ങിയവ പൂട്ടുപൊളിച്ച് കളവ് ചെയ്തതായി മനസ്സിലാക്കി. ആയതിനെ തുടർന്ന് ബിൽഡിംഗ്സ് ഉടമസ്ഥനായ കക്കടവത്ത് ജഗദീശനോട് ചോദിച്ചതിൽ എൻ്റെ മുറി ഞാൻ പൂട്ടുവന്ന നിന്നെ ഗുണ്ടകളെ വിട്ട് കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അയാളെ സംബന്ധിച്ച് 22/4/2014 ടൗൺ പോലീസ് സ്റ്റേഷനിൽ എസിക്കും പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഭക്തവത്സലിന് അനുകൂലമായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായി. മരണമൊഴിയുണ്ടായിട്ട് പോലും പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കമ്മീഷണർ ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പൂളാടിക്കുന്ന് ബൈപ്പാസിൽ അമ്പലപ്പടി ജംഗ്ഷനിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി. അപകടങ്ങൾക്കെതിരെ സത്വര നടപടി സ്വീകരിക്കാൻ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. അപകട പരമ്പര സൃഷ്ടിക്കുന്ന പൂളാടിക്കുന്ന് ബൈപ്പാസിൽ അമ്പലപ്പടി ജംഗ്ഷനിൽ ഒടുവിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി അധികൃതർ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ നടപടിക്കായി തീരുമാനമായത്. അമ്പലപ്പടി ജംഗ്ഷനിൽ ബ്ലിങ്കർ ലൈറ്റുകളും എരങ്ങിക്കൽ മൊകുവൂർ ഭാഗത്ത് റോഡിൽ നിന്നും ബൈപ്പാസ് ചേരുന്നിടത്ത് സൌരോർജ്ജ വിളക്കുകളും സ്ഥാപിക്കും. പൂളാടിക്കുന്നിലെ തെരുവു വിളക്കുകൾ കത്തിക്കാൻ KSCBയോട് ആവശ്യപ്പെടും. അമ്പലപ്പടിയിൽ പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോട് റോഡ് സുരക്ഷാ പദ്ധതി നടപ്പാക്കും.
ഇതിന് പ്രത്യേകമായി പ്രദേശവാസികളെ തിരഞ്ഞെടുത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശീലനം നൽകും. സ്ഥലത്തെ സൂചക ബോർഡുകളുടെ വലിപ്പം കൂട്ടാനും അമ്പലപ്പടി ജംഗ്ഷൻ നവീകരണത്തിന് 2013 നൽകിയ 33 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് പുതുക്കി നൽകാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒളവണ്ണ നാട്യാഞ്ജലി നൃത്തവിദ്യാലയത്തിന്റെ വാർഷികാഘോഷ നൃത്തോത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ഒളവണ്ണ നാട്യാഞ്ജലി നൃത്തവിദ്യാലയം 12ാം വാർഷികവും നൃത്തോത്സവവും നടന്നു. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൃത്തവിദ്യാലയം ഡയറക്ടർ സജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രകാശ് നങ്ങാത്ത്, കനകരാജ്, പത്മജ ബാലസുബ്രഹ്മണ്യൻ, സത്യൻ, കൃഷ്ണൻ മാസ്റ്റർ, അരവിന്ദൻ മാസ്റ്റർ, സുകേഷ്, അമ്പിളി സുകേഷ്, മേഘ്ന സുരേഷ്, ദിജിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നാട്യാഞ്ജലി നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. അലൈൻ റിട്ടേണീസ് കുടുംബസംഗമം ജയ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ അറ എക്സലന്റ് അവാർഡ് വിതരണവും നടന്നു. അലൈൻ റിട്ടേണീസ് അസോസിയേഷൻ അറ കുടുംബസംഗമം ജയ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയിൽ അറ എക്സലൻസ് അവാർഡ് പത്മശ്രീ ഡോക്ടർ ഗംഗാരമണിക്ക് ഡോക്ടർ കെ സുധാകരൻ സമർപ്പിച്ചു. ഡോക്ടർ ചന്ദ്രൻ, ഡോക്ടർ മൊയ്തീൻ, സെഡം താഹിർ തുടങ്ങിയവർ സംബന്ധിച്ചു. And he has come all the way from Allied, and that shows such a personality, a man with a big heart. I thank you, sir. Thank you. ടെക്സാക്സ് ബുക്സിന്റെ അമേരിക്കൻ പുസ്തകമേള ഈ മാസം 8 മുതൽ 10 വരെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. സാഹിത്യകാരൻ വാത്സൻ നെല്ലിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സായികൃഷ്ണ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഗ്രൂപ്പിന്റെ പുസ്തക വിതരണ ശൃംഖലയിൽപ്പെട്ട ടെക്സാസ് ബുക്കിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ മാസം 8 മുതൽ 10 വരെ അമേരിക്കൻ പുസ്തകമേള നടത്തുന്നത്. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടക്കുന്ന പുസ്തകമേള സാഹിത്യകാരൻ വത്സൻ നെല്ലിക്കോട് ഉദ്ഘാടനം ചെയ്യും. കൂടുതലുള്ളത് കുട്ടികളുടെ ബുക്കുകൾ, ചെറിയ നഴ്സറി വിദ്യാർത്ഥികൾ മുതലുള്ള +2 വരെയുള്ള കുട്ടികളുടെ ബുക്കുകളുണ്ട്. പിന്നെ മെഡിക്കൽ ബുക്കുകൾ, നഴ്സിംഗ് ബുക്കുകൾ, കമ്പ്യൂട്ടർ, IT, എഞ്ചിനീയറിംഗ്, എല്ലാ വിധത്തിലുള്ള എല്ലാ ബുക്കുകളും ഉണ്ട്. അസോർട്ടഡായിട്ടാണ് ഉള്ളത്, എല്ലാ ബുക്കുകളും ഉണ്ട്. അത് വളരെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3000-4000, ഇതിപ്പോൾ ഇത് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇത് ബേസിക് നഴ്സിംഗിൻ്റെ ബുക്കാണ്. ഇത് പുറത്ത് മേടിക്കുകയാണെങ്കിൽ ഒരു 3-4 രൂപ കൊടുക്കണം. ഞങ്ങളതിന് 1000 രൂപ ഞങ്ങളടുത്ത് വിലയുള്ളൂ. അത്രയും ചുരുങ്ങിയ വിലയാണ് ഇതിനകത്ത് വേറൊരു പ്രത്യേകതകൾ. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, IT, നഴ്സിംഗ്, കുക്കിംഗ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുള്ള പുസ്തകങ്ങൾ മേളയിലുണ്ടാകും. അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 9 സംഗീത വിരുന്നൊരുക്കുന്നു. എങ്ങനെ നാം മറക്കും എന്ന പേരിൽ ടാഗോർ ഹാളിലാണ് പരിപാടി നടക്കുക. അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിന്റെ ആഭിമുഖ്യത്തിൽ എങ്ങനെ നാം മറക്കും എന്ന പേരിൽ സംഗീത പരിപാടി നടത്തും. ഈ മാസം 9 ടാഗോർ ഹാളിലാണ് പരിപാടി നടക്കുക. ഞങ്ങളുടെ സംഘടന ആശയെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 3-4 വർഷമായി കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവർക്കുള്ള ധനസഹായവും അതേപോലെ സ്വാതന്ത്ര്യം അവാർഡുകളും മറ്റുള്ളതുമായി കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കോഴിക്കോടിൻ്റെ ബാപ്പുക്ക MS ബാബുരാജ് അവരുടെ പത്നിക്ക് ഇതൊക്കെ നമ്മൾ വീട് സ്വന്തമായി വെക്കാൻ സഹായിക്കാൻ നമുക്ക് സാധിച്ചു. പ്രത്യേകിച്ച് കോഴിക്കോട് മണ്ണിൻ്റെ എല്ലാ ആസ്വാദകരുടെയും എല്ലാ നല്ല മനസ്സുള്ളവരുടെ സഹായങ്ങൾ കൊണ്ടും ആശയുടെ എല്ലാ മെമ്പർമാരുടെ കഴിവ് കൊണ്ട് അത് ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം ബുദ്ധിമുട്ടി ഞങ്ങൾ വളരെയധികം അതിനുവേണ്ടി പാടുപെട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് ആ ഒരു ദൗത്യം ഏറ്റെടുത്തത് പൂർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സാധിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വിസ്മയ കോളേജ് ഓഫ് ആർട്ട് ആൻഡ് മീഡിയ ഒരുക്കുന്ന ഇന്റീരിയർ എക്സ്പോ ഈ മാസം 9 മുതൽ 11 വരെ കോൺട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കും. മന്ത്രി MK മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിസ്മയം കോളേജ് ഓഫ് ആർട്ട് ആൻഡ് മീഡിയ ഒരുക്കുന്ന ഇന്റീരിയർ എക്സ്പോ ബിസാർക്ക് ഈ മാസം 9 മുതൽ 11 വരെ കോൺട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കും. മന്ത്രി MK മുനീർ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും കണക്കിലെടുത്ത് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വിസാർക്ക് എന്നാണ് അതിൻ്റെ പേര്. മെയ് 9, 10, 11 ദിവസങ്ങളിൽ ക്രൗൺ തിയേറ്ററിന്
മുന്നിലുള്ള കോംട്രസ് ഗ്രൗണ്ടിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 വരെ എക്സിബിഷൻ ഓപ്പൺ ആണ്. 9-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി M.K. മുനീർ, നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്. തുടർന്ന് 10-11 ദിവസങ്ങൾ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഈ 3 ദിവസങ്ങളിലും ഇന്റീരിയർ രംഗത്ത് വിവിധ ആൾക്കാരുടെ എക്സിബിഷന് പുറമെ സ്റ്റുഡൻസിന്റെ നിരവധി പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ട്. എക്സ്പോയോടനുബന്ധിച്ച് സെമിനാറുകൾ, ടോക്ക് ഷോകൾ, ഡിസൈൻ മത്സരങ്ങൾ തുടങ്ങിയവ നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പ്രൈവറ്റ് ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സംഘടനയായ QPMPA-യുടെ സംസ്ഥാന സമ്മേളനം ഈ മാസം 10-11 തീയതികളിൽ വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ നടക്കും. മന്ത്രി P.K. ജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പ്രൈവറ്റ് ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സംഘടനയായ QPMPA-യുടെ 40-ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 10-11 തീയതികളിൽ വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ നടക്കും. മന്ത്രി P.K. ജയലക്ഷ്മി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലേക്ക് ഷോറിന് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് മരിച്ച ആളുടെ പല അവയവങ്ങളും പല ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ മെത്തഡോളജി എങ്ങനെ ചെയ്യണം, ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വിശദീകരണവുമായിട്ട് ലേക്ക് ഷോറുകൾ വരുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളുടെ തന്നെ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, കൺസ്യൂമർ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ബില്ലുകളെ പറ്റി ഡോക്ടർ അഡ്വക്കേറ്റ് VG ഭാസ്കർ സംസാരിക്കുന്നുണ്ട്. പത്മശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ, ബോബി ചെമ്മണ്ണൂർ എന്നിവരെ പരിപാടിയിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടത്തിയ ഉപവാസ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തത് വേദനാജനകമാണെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഉപവാസത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തത് വേദനാജനകമാണെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഇത് കണ്ടുനിൽക്കാൻ നിവൃത്തിയില്ല. അവരുടെ സമൂഹം മുഴുവൻ ആ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. പത്രങ്ങളത് വേണ്ട മാതിരി ഫ്ലാഷ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ പേരിൽ 12 ആളുടെ പേരിൽ ഇന്നലെ കേസെടുത്തിട്ടുണ്ട്. കോട്ടലക്ഷ്യത്തിനാണ് കേസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഒരു 2-3 മണിക്കൂർ സ്റ്റേഷനിൽ തന്നെയായിരുന്നു ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇത് ഈ അനീതിക്കെതിരായിട്ട് അവിടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് പ്രായോഗിക വിധത്തിൽ വരുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ അവസ്ഥകൾക്ക് വിരാമമിടുന്നില്ലെങ്കിൽ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ബസ് ചാർജ് വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. മിനിമം ചാർജ് 7 രൂപയായേക്കാം. സംസ്ഥാനത്തെ ബസ് ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട ചർച്ച മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായി നടക്കുക. ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അംഗീകാരം നൽകിയാൽ മിനിമം ചാർജ് 7 രൂപ വരെയായേക്കാം. ഓർഡിനറി ബസ്സുകളുടെ മിനിമം നിരക്ക് 1 രൂപയും ഫാസ്റ്റ് പാസഞ്ചറിന്റേത് 2 രൂപയും സൂപ്പർ ഫാസ്റ്റിന്റേത് 3 രൂപയും വർദ്ധിപ്പിക്കാനാണ് ഏകദേശ ധാരണ. നിരക്ക് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ മുഖ്യമന്ത്രിയുമായി ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. മിനിമം ചാർജ് 10 രൂപയാക്കാനാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രിസഭ വ്യക്തമാക്കിയിരുന്നു. ചാർജ് വർധനയ്ക്കായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ ചില ഭേദഗതികളോടെ നടപ്പാക്കാനാണ് സാധ്യത. 2012-ലാണ് മിനിമം ചാർജ് 5 നിന്നും 6 രൂപയാക്കിയത്. ഡോക്ടർ കെ ശ്രീകുമാറിന്റെ പുസ്തക പ്രകാശനം നടന്നു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ MT വാസുദേവൻ നായർ പ്രകാശന കർമ്മം നിർവഹിച്ചു. കെ ശ്രീകുമാർ രചിച്ച മലയാള സംഗീത നാടക ചരിത്രം, ഒരു മുഖം, ജനപ്രിയ നാടകവേദിയുടെ മിടിപ്പുകൾ എന്നീ നാടകചരിത്ര ഗ്രന്ഥങ്ങളുടെ പരിഷ്കരിച്ച 3-ാം പതിപ്പിന്റെ പ്രകാശനമാണ് ടൗൺ ഹാളിൽ നടന്നത്. MT വാസുദേവൻ നായർ പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ P.K. രാജശേഖരൻ പുസ്തകം ഏറ്റുവാങ്ങി. താല്പര്യം കാണിക്കാറില്ല. പക്ഷേ ഈ പുസ്തകങ്ങൾ രണ്ടും വന്നുവെന്ന് മാത്രമല്ല, ഇന്ന് ഈ 2 ഗ്രന്ഥങ്ങളുടെയും 3-ാം പതിപ്പിന്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. എനിക്ക് അതിൽ വലിയൊരു അത്ഭുതമല്ല.
കാരണം ഈ ലോകമെമ്പാടുമുള്ള പ്രസാധനത്തെ പറ്റിയുള്ള അടുത്ത കാലത്ത് വന്ന പഠനങ്ങളിലൊക്കെ തന്നെയും എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ഫിക്ഷൻ, കഥ, നോവൽ ഇതൊന്നുമല്ല. അതിനേക്കാളൊക്കെ ഇന്ന് മുമ്പിൽ നിൽക്കുന്നത്, വിപണന രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് നോൺ ഫിക്ഷനാണ്. പുരുഷൻ കടലുണ്ടി MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV തോമസ്, VM കുട്ടി, ഇബ്രാഹിം വേങ്ങര, വിൽസൺ സാമുവൽ, VT മുരളി, P ദാമോദരൻ, AK ഷാജി, MV അക്ബർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് 3G മൊബൈൽ വേൾഡ് സ്പോൺസർ ചെയ്ത പഴയകാല നാടകഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യ അരങ്ങേറി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം റെയിലോരത്ത് അവശനിലയിൽ കഴിയുകയാണ് മധ്യവയസ്കൻ. കാറ്റും മഴയും ശക്തമാവുന്നതോടെ ഇയാളുടെ അവസ്ഥ ദുസ്സഹമാവുകയാണ്. റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ഇയാളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് റെയിൽവേ ലോഡ്ജിനോട് ചേർന്ന റെയിൽപാളത്തിനരികിലാണ് 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ അവശനിലയിൽ കഴിയുന്നത്. 2 ദിവസമായി ഇയാൾ ഇവിടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് സമീപത്ത് കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർ പറയുന്നു. ഇതൊരു 3-4 ദിവസമായി അപ്പുറം, എന്നിട്ട് റെയിൽവേന്റെ പണിക്കാരെടുത്തിട്ട് ഇപ്പുറം കൊണ്ടുവച്ചാണ്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കും, ചായ ചോറൊക്കെ കൊടുത്തതാണ്. അറിയിച്ചിരുന്നു, അവിടെ അറിയിച്ചല്ല, അവർ വന്നു നോക്കിയിട്ട് വേറെ ആളോട് പുറത്തേ കൊണ്ടുവച്ചോളാൻ പറഞ്ഞു. അവിടുന്ന് പോലീസിൽ വേറെ വിളിച്ചു പറഞ്ഞു. അന്നപ്പം ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം പറഞ്ഞു. ആരും ഒരു വന്ന് ബീച്ച് അല്ല പോലീസുകാർ ഇവിടെ വരാറുണ്ട്, വന്നില്ല. പിന്നെ ഇവിടെ വന്ന് നോക്കാന്നൊക്കെ പറഞ്ഞു, ഇവിടെ വന്നിട്ടില്ല. ഉള്ളിൽ നനഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതാ, ഇവിടുന്നൊക്കെ വാങ്ങി കൊടുത്തിട്ട്. അപ്പൊ അതിനുള്ള സംഘടനകൾ ഉണ്ടെങ്കിൽ അതിനുള്ളത് ചെയ്യാന്ന് വെച്ചാൽ നോക്കിയിട്ട്. റെയിൽവേ അധികൃതരെ നാട്ടുകാർ വിവരമറിയിച്ചുവെങ്കിലും ഇയാളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നു മാത്രമല്ല റെയിൽവേ കോമ്പൗണ്ടിൽ നിന്നും മാറ്റി റൂട്ടിലേക്ക് കിടത്താനാണ് ആവശ്യപ്പെട്ടത്. പോലീസിന്റെയും സ്ഥിതി മറിച്ചല്ല. വിവരമറിയിച്ചിട്ടും ഒന്ന് വന്നു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല. കക്കോടി ചെറുകുളം സ്വദേശിയാണെന്നാണ് ഇയാൾ അവ്യക്തമായി പറയുന്നത്. കക്കോടി അങ്ങനെ സംശയം വെച്ച് ചോദിക്കൽ ഊർത്തുമ്പയിൽ ആരുമില്ല ഞങ്ങളെപ്പോലെ നടക്കുന്ന. ഇവിടെ റേഷൻ പിടിയിലൊക്കെ പോകില്ലേ, വീടിലൊക്കെ പോകില്ലേ. അപ്പം ചോറ് സാർ, ചോറ് റോഡ്, പി ബാബു. അമ്മ ഇങ്ങോട്ട് കിടത്തിയതാ. ആശുപത്രിയിൽ പോയി വന്നതാ, എല്ലാ ആശുപത്രിയിലും. എറങ്ങിക്കൽ, ഞങ്ങൾ എറങ്ങിക്കൽ. തണ്ണീർപന്തലില്ല, തണ്ണീർപന്തൽ എറങ്ങിക്കൽ തന്നെ വലിയ ആള്. അവശനിലയിലായതിനാൽ ഒന്നും വ്യക്തമാകുന്നില്ല. സമീപത്തെ കച്ചവട സ്ഥാപനം നടത്തുന്നവർ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. കാറ്റും മഴയും ശക്തമാകുന്നതോടെ ഇയാളുടെ നില കൂടുതൽ പരിതാപകരമാകും. പോലീസോ മറ്റ് സംഘടനാ സംവിധാനങ്ങളോ ഇയാളെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ജീവൻ നിലനിർത്താനാകും. നഗരത്തിൽ കനത്ത മഴ, വിവിധയിടങ്ങളിൽ നാശനഷ്ടം. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് ആശങ്കയ്ക്കിടയാക്കി. കന്യാകുമാരിക്ക് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരളത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമായി. ജില്ലയിൽ ബുധനാഴ്ച വൈകിട്ടോടെ ശക്തമായ മഴ പെയ്തു. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിനടിയിലായി. പാളയം ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം വെള്ളപ്പൊക്കം എന്ന് പറയാവുന്ന അവസ്ഥ വരെ എത്തി. കടകളിൽ വെള്ളം കയറിയത് കച്ചവടക്കാരെയും ജോലിക്കാരെയും ഏറെ ദുരിതത്തിലാക്കി. വാഹന ഗതാഗതം പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു ചില റോഡുകൾ. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി വിധി കേരളത്തിന് തിരിച്ചടിയായി. ഭക്തവത്സലിനെ തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് കക്കോടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പൂളാടിക്കുന്ന് ബൈപ്പാസിൽ അമ്പലപ്പടി ജംഗ്ഷനിന്റെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി.
ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.